ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് റെയിൻബോ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല കാണാൻ തന്നെ ഭംഗിയുള്ള ഈ സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. മൂന്ന് ഡിഫറെൻറ്റ് കളറിലുള്ള ഫില്ലിങ് വെച്ചിട്ടാണ് റെയിൻബോ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഗ്രീൻ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2 പച്ചമുളക്, മല്ലിയില, ചെറുനാരങ്ങന്റെ നീര്, ഈ 3 സാധനം ഒന്ന് മിക്സിയിൽ നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, മല്ലിയില, ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇനി ഇത് ഞാൻ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായ കുമ്പറാണിത്, കക്കരിയാണിത്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിലെ നീരൊക്കെ, അതിലെ എക്സസ് ആയിട്ട് വെള്ളം ഉണ്ടാകുമല്ലോ ഈ കക്കരിയിലൊക്കെ, അത് നന്നായിട്ട് ഞാൻ പിഴിഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പച്ച കളറിലുള്ള ഫില്ലിംഗ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ പച്ച കളറ് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. റെഡ് ഫില്ലിംഗ് ആണ് അടുത്തത് റെഡിയാക്കി എടുക്കുന്നത്, ചുവപ്പ് കളറിലുള്ള ഫില്ലിങ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഈ ക്യാരറ്റിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കളറ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ റെഡ് കളറിന് വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളറ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു കളറിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്, ഈ ഒരു റെഡ് കളറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അടുത്ത ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത് മഞ്ഞ കളറിലാണ്. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഇത് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണിത്. ഇത് ഇനി നന്നായിട്ട് ഫോർക്ക് കൊണ്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ മുട്ട കൊണ്ട് ഞാൻ മുന്നേ ഒരു സാൻഡ്വിച്ചിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, ഈസി 3 ഇൻഗ്രീഡിയൻറ്റ് സാൻഡ്വിച്ച്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടാട്ടോ. ഇതേപോലെ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി ഈ സ്മാഷ് ചെയ്തെടുത്ത ഈ മുട്ടയിലേക്ക് 2 ടേബിൾ സ്പൂൺ മയനൈസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളറ് മഞ്ഞൾപ്പൊടിക്ക് പകരം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ
മഞ്ഞ കളറിലുള്ള യെല്ലോ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ചെയ്യാം. അതിനായിട്ട് ഞാൻ അരികു കളഞ്ഞിട്ട് 4 ബ്രെഡ് ഇതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ബ്രെഡിന്റെ മുകളിലേക്കും ഓരോ ഫില്ലിങ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഒരു ബ്രെഡിന്റെ മുകളിലേക്ക് റെഡ് ഫില്ലിംഗ് ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മുടെ ക്യാരറ്റ് ഫില്ലിങ്. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി അടുത്ത ബ്രെഡ് എടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ യെല്ലോ ഫില്ലിങ്, മുട്ട കൊണ്ടുള്ള യെല്ലോ ഫില്ലിംഗ് ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത ബ്രെഡ് എടുക്കുക. അതിന്റെ മുകളിലേക്കായിട്ട് ഗ്രീൻ ഫില്ലിംഗ്, നമ്മള് കക്കരി കൊണ്ടുള്ള ഗ്രീൻ ഫില്ലിംഗ് ആണ് വെച്ചു കൊടുക്കുന്നത്. ഇപ്പൊ നമ്മള് 3 ഫില്ലിങ്ങും 3 ബ്രെഡിന്റെ മുകളിലേക്കുമായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സാൻഡ്വിച്ച് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഈ റെഡ് ഫില്ലിങ്ങിന്റെ മുകളിലേക്കായിട്ട് ഈ യെല്ലോ ഫില്ലിങ്ങിന്റെ ബ്രെഡ് വെച്ചു കൊടുക്കാം. അതിന്റെ മുകളിലേക്കായിട്ട് ഗ്രീൻ ഫില്ലിങ്ങിന്റെ ബ്രെഡ് വെച്ചു കൊടുക്കാം. അതിന്റെ മുകളിലേക്കായിട്ട് ഒരു ബ്രെഡും കൂടെ വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ റെയിൻബോ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി റെയിൻബോ സാൻഡ്വിച്ച് ആണിത്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് റെയിൻബോ സാൻഡ്വിച്ച് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. Thank you.